അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് സൂറത്ത് യാസീനിലെ 30 മുതൽ 47 വരെയുള്ള വചനങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈ വചനങ്ങളിൽ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയും ശക്തിയെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണയായി കാണുന്ന കാര്യങ്ങളായ ഭൂമി, മഴ, സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകൽ, കപ്പലുകൾ, പഴങ്ങൾ, മരങ്ങൾ എന്നിവയെല്ലാം വെറും സ്വാഭാവികമായ പ്രതിഭാസങ്ങളല്ല. ഓരോന്നിനും പിന്നിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട്, ഒരു നിയന്താവുണ്ട്. ഈ ആയത്തുകളിലെ പ്രധാന ആശയങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായി മരിച്ച ഭൂമിക്ക് ജീവൻ നൽകുന്നു എന്നത്. ഉണങ്ങിയ മണ്ണിൽ മഴ പെയ്യുമ്പോൾ വീണ്ടും ജീവൻ വന്ന് പച്ചപ്പ് നിറയുന്നു. ഇത് കാണിക്കുന്നത് ജീവനില്ലാത്ത വസ്തുവിൽ ജീവൻ നൽകാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ മരണപ്പെട്ട മനുഷ്യരെ വീണ്ടും ജീവിപ്പിക്കുവാനും അവന് കഴിയും എന്നുള്ളതാണ്. രണ്ടാമതായി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരത്തെക്കുറിച്ചാണ്. സൂര്യനും ചന്ദ്രനും കൃത്യമായ പാതകളിലൂടെ സഞ്ചരിക്കുന്നു. ഒരാൾ മറ്റൊരാളെ മറികടക്കുകയോ സമയം തെറ്റിക്കുകയോ ചെയ്യുന്നില്ല. ഈ കൃത്യമായ ക്രമം അള്ളാഹുവിൻ്റെ സൂക്ഷ്മമായ നിയന്ത്രണത്തിൻ്റെ അടയാളമാണ്. പിന്നീട് പറയുന്നത് കപ്പലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിനെക്കുറിച്ചാണ്. ഭാരമുള്ള കപ്പലുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ പൊങ്ങിക്കിടക്കുന്നത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും കൂടിയാണ്. പിന്നീട് ഭക്ഷണം നൽകുന്നതിനെക്കുറിച്ചും. നാം കഴിക്കുന്ന ഓരോ പഴത്തിനും ഭക്ഷണത്തിനും പിന്നിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട്. അള്ളാഹുവാണ് എല്ലാ ജീവികൾക്കും ജോഡികൾക്കും ഭക്ഷണം നൽകുന്നത്. ഇത്രയധികം അടയാളങ്ങൾ കണ്ടിട്ടും മനുഷ്യർ ദൈവത്തെ മറക്കുന്നു. മുന്നറിയിപ്പ് നൽകുമ്പോൾ അവർ അത് അവഗണിക്കുന്നു. അള്ളാഹു ആഹാരം നൽകാത്തവർക്ക് ഞങ്ങൾ എന്തിന് ആഹാരം നൽകണമെന്ന് ചോദിച്ച് ദാനധർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ഭൂമിയിലെ സൗന്ദര്യം അനുഗ്രഹങ്ങളും കാണുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഈ വചനങ്ങളിൽ നമ്മളോട് പറയുന്നത് അള്ളാഹുവിനെ കാണാൻ സ്വർഗത്തിൽ പോകേണ്ടതില്ല എന്നാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ പ്രതിഭാസത്തിലും ക്രമത്തിലും ദൈവം നമുക്ക് മുന്നിൽ തന്നെയുണ്ട്. പച്ചപ്പിലും മഴയിലും സൂര്യനിലും ചന്ദ്രനിലും കപ്പലുകളിലും പഴങ്ങളിലും അവൻ്റെ അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് ഈ അടയാളങ്ങൾ കണ്ടിട്ടും നാം അള്ളാഹുവിനെ മറക്കുകയാണെങ്കിൽ ന്യായവിധി ദിവസത്തിൽ അവൻ നമ്മളോട് ചോദിക്കും, എല്ലാം കാണിച്ചു തന്നിട്ടും നീ മറന്നോ എന്ന്.